Hi all, welcome to the new lecture of discrete mathematics. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ലാറ്റിസ് എന്താണ് അതിൻ്റെ പ്രോപ്പർട്ടീസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ ഡ്യൂവൽ ഓഫ് എ ലാറ്റിസ് അതുമായി ബന്ധപ്പെട്ടൊരു തിയറമാണ് ഡിസ്കസ് ചെയ്തത്. ഈ തിയറം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എക്സാം പോയിന്റ് ഓഫ് വ്യൂ. സോ എന്താണ് ഒരു ഡ്യൂവൽ ഓഫ് എ ലാറ്റിസ് എന്ന് നമുക്ക് നോക്കാം. ലാറ്റിസ് എന്ന് പറഞ്ഞാൽ എന്താ? ലാറ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാറ്റിസിലെ ഏത് രണ്ട് നമ്പേഴ്സ് എക്സ് വൈ എടുത്താലും അതിന് ഒരു ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ടും ലീസ്റ്റ് അപ്പർ ബൗണ്ടും എക്സിസ്റ്റ് ചെയ്യും. അതായത് ഫോർ എനി എക്സ് കോമ വൈ എലമെന്റ് ഓഫ് എൽ ലീസ്റ്റ് അപ്പർ ബൗണ്ട് ഓഫ് എക്സ് വൈ ആൻഡ് ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട് ഓഫ് എക്സ് വൈ എക്സിസ്റ്റ്. അല്ലേ, ഇതാണ് നമ്മൾ എന്ത് പറഞ്ഞ, അതായത് ലാറ്റിസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം. ഈ ലീസ്റ്റ് അപ്പർ ബൗണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുക, എക്സ് ഡിസ്ജങ്ഷൻ വൈ എന്ന് പറയാം. ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ടിനെയാണ് നമ്മൾ എക്സ് കൺജങ്ഷൻ വൈ എന്ന് പറയാം. ഓക്കെ, ഇതിൻ്റെ മീനിങ് നമ്മൾ ഇൻ്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിനെയാണ് ലാറ്റിസിൽ ഡ്യുവൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻ്റർചേഞ്ച് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ എക്സ് വൈയുടെ ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട് എന്ന് പറയുന്നത് ലീസ്റ്റ് അപ്പർ ബൗണ്ടും ലീസ്റ്റ് അപ്പർ ബൗണ്ട് എന്നുള്ളത് ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ടുമായിട്ട് നമ്മൾ ഇൻ്റർചേഞ്ച് ചെയ്യുക. അപ്പോൾ അത് ഇൻ്റർചേഞ്ച് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന ലാറ്റിസ് എന്നുള്ളത് അതൊരു ലാറ്റിസാണ്. അതിനെയാണ് നമ്മൾ ഡ്യുവൽ ഓഫ് ദി ലാറ്റിസ് എന്ന് പറയുക. ഓക്കെ, അത് ലാറ്റിസ് ആണ് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് തിയറം. അപ്പോൾ ഡ്യുവൽ ഓഫ് എ ലാറ്റിസ് എന്ന് പറയുന്നത് ഓൾസോ എ ലാറ്റിസ് ആണ്. ഓക്കെ, ഡ്യുവൽ ഓഫ് എ ലാറ്റിസ് എന്ന് പറയുന്നത് ഓൾസോ എ ലാറ്റിസ് ആണ്. ഡ്യുവൽ എന്ന് പറഞ്ഞാൽ എന്താ? അതായത് നമ്മുടെ ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ടും ലീസ്റ്റ് അപ്പർ ബൗണ്ടും തമ്മിൽ ഇൻ്റർചേഞ്ച് ചെയ്യുക. അതിൻ്റെ അർത്ഥം നമ്മൾ ഇപ്പോൾ ഒരു ലാറ്റിസ് എന്ന് പറയുന്നത് ബേസിക്കലി ഒരു പൊസറ്റാണല്ലോ. അതായത് ലാറ്റിസ് എന്ന് പറഞ്ഞാൽ ഒരു സെറ്റും ഉണ്ടാവും, ആ സെറ്റിലൊരു പാർഷ്യൽ ഓർഡർ റിലേഷൻ ഉണ്ടാവും. ആ പാർഷ്യൽ ഓർഡർ റിലേഷൻ ഒരു പെർട്ടിക്കുലർ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോഴാണ് അത് എന്തായിട്ട് മാറുക, ലാറ്റിസ് ആയിട്ട് മാറുക. അല്ലേ, ഏതാണ് ആ പെർട്ടിക്കുലർ പ്രോപ്പർട്ടി? ഏത് രണ്ട് നമ്പേഴ്സ് എക്സ് വൈ എടുത്താലും ലീസ്റ്റ് അപ്പർ ബൗണ്ടും ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ടും സെറ്റ് എക്സ് കോമ വൈക്ക് എക്സിസ്റ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ആ പൊസറ്റ് എന്തായിട്ട് മാറും? ലാറ്റിസ് ആയിട്ട് മാറും. ഏത് പൊസറ്റിനും ഒരു ഡ്യുവൽ ഉണ്ട്. എന്താണ് ഡ്യുവൽ എന്ന് പറഞ്ഞാൽ ആ ഡിഫൈൻ ചെയ്തിട്ടുള്ള റിലേഷൻ നമ്മൾ ഇൻവേഴ്സ് ആയിട്ട് എടുക്കുക, ഇൻവേഴ്സ് റിലേഷൻ ആയിട്ട് എടുക്കുക. ഓക്കെ, അപ്പോൾ ആറാണ് അതിലുള്ള പാർഷ്യൽ ഓർഡർ റിലേഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ ഇൻവേഴ്സ് റിലേഷൻ എടുത്തു കഴിഞ്ഞാൽ അത് വേറൊരു പൊസറ്റ് ആയിരിക്കും. ആ പൊസറ്റിനെയാണ് നമ്മൾ എന്ത് പറയുക, ഡ്യുവൽ ഓഫ് ദി പൊസറ്റ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഒരു ലാറ്റിസ് എടുത്തു കഴിഞ്ഞാൽ ആ ലാറ്റിസിന് നമുക്ക് എന്ത് ഡിഫൈൻ ചെയ്യാം? ഒരു ഡ്യുവൽ ഡിഫൈൻ ചെയ്യാം. ആ ഡ്യുവലും എന്ത് തന്നെയായിരിക്കും? ഒരു ലാറ്റിസ് തന്നെയായിരിക്കും. അതാണ് നമ്മളുടെ തിയറം പറയുന്നത്. ഡ്യുവൽ ഓഫ് എ ലാറ്റിസ് ഈസ് ആൾസോ എ ലാറ്റിസ്. അതായത് ഇഫ് എൽ comma r is a lattice, then L comma r dash is also a lattice. ഇവിടെ r dash കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇൻവേഴ്സ് റിലേഷൻ ഓഫ് r. അതായത് if a and b are related ആണെങ്കിൽ, അണ്ടർ r റിലേറ്റഡ് ആണെങ്കിൽ b റിലേറ്റഡ് ടു a ആയിരിക്കും അണ്ടർ r dash. ആ r ഡാഷിനെയാണ് നമ്മൾ എന്ത് പറയുക, ഇൻവേഴ്സ് റിലേഷൻ എന്ന് പറയുക. അപ്പോൾ എയിൽ നിന്ന് ബിയിലേക്കാണ് റിലേഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ളതെങ്കിൽ തിരിച്ച് ബിയിൽ നിന്ന് എയിലേക്ക് നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന റിലേഷനെയാണ് എന്ത് പറയുക, ഇൻവേഴ്സ് റിലേഷൻ എന്ന് പറയുക. അപ്പോൾ നമ്മൾ ഒരു പാർഷ്യൽ ഓർഡർ റിലേഷനിൽ ഒരു പാർഷ്യൽ ഓർഡർ റിലേഷൻ ഉണ്ടെങ്കിൽ അതിന് ഇൻവേഴ്സ് റിലേഷനും ഉണ്ടാകും. ഓക്കെ, അപ്പോൾ ഒരു പൊസറ്റിന് നമുക്ക് ആ ഇൻവേഴ്സ് റിലേഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന പൊസറ്റാണ് എന്ത്, ഡ്യുവൽ ഓഫ് ദ അണ്ടർലൈനിങ് പൊസറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഒരു പൊസറ്റ് തന്നു കഴിഞ്ഞാൽ അതിന് നമുക്ക് എന്ത് ഡിഫൈൻ ചെയ്യാം, ഡ്യുവലും ഡിഫൈൻ ചെയ്യാം. അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ആ ലെക്ചർ ഒന്നാണെങ്കിൽ ഒന്നുകൂടെ ഒന്ന് കേട്ടോളൂ. അപ്പോൾ ഇവിടെ നമ്മൾ പ്രൂവ് ചെയ്യുന്നത്, നമ്മളൊരു ലാറ്റിസ് എടുത്തു കഴിഞ്ഞാൽ ആ ലാറ്റിസിൻ്റെ ഡ്യുവലും എന്ത് തന്നെയായിരിക്കും, മറ്റൊരു ലാറ്റിസ് ആയിരിക്കും. ഓക്കെ, അതെങ്ങനെയാണ് പ്രൂവ് ചെയ്യുക? അതായത് ഒരു ലാറ്റിസ് ആണെന്ന് പ്രൂവ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഏത് രണ്ട് നമ്പേഴ്സ് എക്സ് വൈ എടുത്താലും അതിന് ലീസ്റ്റ് അപ്പർ ബൗണ്ടും ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ടും ഉണ്ട് എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് അറിയാവുന്ന കാര്യം എല്ലാ ലാറ്റിസുകളും പൊസറ്റാണ്. എല്ലാ പൊസറ്റുകൾക്കും ഒരു ഡ്യുവൽ ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ ഡ്യുവലും എന്ത് തന്നെയായിരിക്കും, ഒരു പൊസറ്റ് തന്നെയായിരിക്കും. അതുപോലെ ഒരു ലാറ്റിസ് എടുത്തു കഴിഞ്ഞാൽ ആ ലാറ്റിസിൻ്റെ ഒരു ഡ്യുവൽ ഉണ്ടാകും. ഡ്യുവൽ മറ്റൊരു ലാറ്റിസ് ആയിരിക്കും. ഡ്യുവൽ എന്ന് പറയുന്നത് എന്തായിരിക്കും, മറ്റൊരു ലാറ്റിസ് ആയിരിക്കും. അതാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഡ്യുവൽ ഒരു ലാറ്റിസ് ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് പ്രൂവ് ചെയ്യണം, ഡ്യുവലിലെ ഏത് രണ്ട് നമ്പേഴ്സ് എടുത്താലും അതിനൊരു ലീസ്റ്റ് അപ്പർ ബൗണ്ടും ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ടും ഉണ്ട് എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. അപ്പോൾ നമ്മൾ ആദ്യം എൽ എടുക്കുക. എല്ലാണ് നമ്മുടെ സെറ്റിലെ രണ്ട് എലമെൻറ്റ്സ് എക്സും വൈയും എടുക്കുക.
ഓക്കെ, നമുക്ക് എന്താ അറിയാം, എൽ കോമ ആർ ഒരു ലാറ്റിസ് ആണ്. എൽ കോമ ആർ എന്ന് പറയുന്നത് ഒരു ലാറ്റിസ് ആണ്. അതുകൊണ്ട് എക്സ് വൈ എല്ലിൽ എലമെന്റ് ആണെങ്കിൽ എക്സ് ഡിസ്റ്റൻഷൻ വൈയും എല്ലിലുണ്ടാവും, എക്സ് കൺജങ്ഷൻ വൈയും എല്ലിലുണ്ടാവും. അപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് എക്സ് ഡിസ്റ്റൻഷൻ വൈ എല്ലിലുണ്ട് എന്ന് വിചാരിക്കുക. എക്സ് ഡിസ്റ്റൻഷൻ വൈനെയാണ് നമ്മൾ ലീസ്റ്റ് അപ്പർ ബൗണ്ട് ഓഫ് എക്സ് വൈ എന്ന് പറയുക. ഓക്കെ, ലീസ്റ്റ് അപ്പർ ബൗണ്ട് ഓഫ് എക്സ് വൈ. ലീസ്റ്റ് അപ്പർ ബൗണ്ട് ബേസിക്കലി ഒരു അപ്പർ ബൗണ്ട് ആണ്, ആരുടെ, എക്സിന്റെയും വൈയുടെയും. അപ്പോൾ എക്സിന്റെയും വൈയുടെയും അപ്പർ ബൗണ്ട് ആണ് എക്സ് ഡിസ്റ്റൻഷൻ വൈ. അതുകൊണ്ട് എക്സ് ഈസ് റിലേറ്റഡ് ടു എക്സ് ഡിസ്റ്റൻഷൻ വൈ ആയിരിക്കും, വൈ ഈസ് റിലേറ്റഡ് ടു എക്സ് ഡിസ്റ്റൻഷൻ വൈ ആയിരിക്കും. Okay, since x disjunction y is a upper bound of x and y, x is related to x disjunction y and y is related to x disjunction y. അതായത് അപ്പർ ബോണ്ടുകളോട് ഒരു സെറ്റിലെ എല്ലാ എലമെന്റ്സും അതിൻ്റെ അപ്പർ ബോണ്ടുകളോട് റിലേറ്റഡ് ആയിരിക്കും. അപ്പോൾ സെറ്റ് എക്സ് കോമ വൈയുടെ അപ്പർ ബോണ്ട് ആണ് എക്സ് ഡിസ്റ്റൻഷൻ വൈ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എക്സ് ഈസ് റിലേറ്റഡ് ടു എക്സ് ഡിസ്റ്റൻഷൻ വൈ, വൈ ഈസ് റിലേറ്റഡ് ടു എക്സ് ഡിസ്റ്റൻഷൻ വൈ എന്നാണ്. അപ്പോൾ എക്സ് ഡിസ്റ്റൻഷൻ വൈ x is related to x disjunction y ആണെങ്കിൽ x disjunction y is related to x under r dash ആയിരിക്കും. ഇവിടെ r ആണെങ്കിൽ നമ്മൾ ഇന്റർചേഞ്ച് ചെയ്യുമ്പോൾ അത് എന്തായിട്ട് മാറും, r dash ആയിട്ട് മാറും. അതുപോലെ ഇവിടെ ഇന്റർചേഞ്ച് ചെയ്യുമ്പോൾ ഇവിടെയും എന്തായിട്ട് മാറും, r dash ആയിട്ട് മാറും. ഇപ്പോൾ എന്ത് കിട്ടി, x disjunction y is related to x and x disjunction y is related to y under r dash. സോ നമുക്ക് എന്ത് പറയാം, എക്സ് ഡിസ്റ്റൻഷൻ വൈ ഇസ് എ ലോവർ ബോണ്ട് ഫോർ എക്സ് വൈ ഇൻ ആർ ഡാഷ്. ആർ ഡാഷിൽ എക്സ് ഡിസ്റ്റൻഷൻ വൈ എന്തായിരിക്കും, ഒരു ലോവർ ബോണ്ട് ആയിരിക്കും. കാരണം എക്സ് ഡിസ്റ്റൻഷൻ വൈ ഇസ് റിലേറ്റഡ് ടു എക്സ് അണ്ടർ ആർ ഡാഷ്, എക്സ് ഡിസ്റ്റൻഷൻ വൈ ഇസ് റിലേറ്റഡ് ടു വൈ അണ്ടർ ആർ ഡാഷ് ആണ്. ഇനി ഈ എക്സ് ഡിസ്റ്റൻഷൻ വൈ ഒരു ലോവർ ബോണ്ടാന്ന് കാണിച്ചു, നമുക്കിനി അത് കാണിക്കേണ്ടത് അതൊരു ഗ്രേറ്റസ്റ്റ് ലോവർ ബോണ്ടാണെന്ന് നമ്മൾ കാണിക്കും. ഗ്രേറ്റസ്റ്റ് ലോവർ ബോണ്ടാണെന്ന് എങ്ങനെ കാണിക്കാം, മറ്റൊരു ലോവർ ബോണ്ട് ഉണ്ടെങ്കിൽ അതുമായിട്ടും എന്ത് റിലേറ്റഡ് ആയിരിക്കും, ഗ്രേറ്റസ്റ്റ് ലോവർ ബോണ്ട് റിലേറ്റഡ് ആയിരിക്കും. അതായത് ആ എലമെന്റും ഗ്രേറ്റസ്റ്റ് ലോവർ ബോണ്ടിനോട് റിലേറ്റഡ് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ നമ്മളൊരു എലമെന്റ് ഇസെഡ് എടുത്തു. ഓക്കെ, ഇസെഡ് മറ്റൊരു ലോവർ ബോണ്ടാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് എന്ത് പ്രൂവ് ചെയ്താൽ മതി, ഇസെഡ് ഈസ് റിലേറ്റഡ് ടു ആർ ഡാഷിൽ റിലേറ്റഡ് ടു ആരോടാണ്, എക്സ് ഡിസ്റ്റൻഷൻ വൈ ആണെന്ന് പ്രൂവ് ചെയ്താൽ. അപ്പോൾ എക്സ് ഡിസ്റ്റൻഷൻ വൈ എന്തായി മാറി, ഗ്രേറ്റസ്റ്റ് ലോവർ ബോണ്ടായിട്ട് മാറി. അപ്പോൾ ഇതാണ് നമ്മൾ ഇനി പ്രൂവ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് എന്താ അറിയാം, ഇസെഡ് ഒരു വേറൊരു ലോവർ ബോണ്ടാണ് ഫോർ എക്സ് വൈ ഇൻ എൽ കോമ ആർ ഡാഷ്. സോ ഇസെഡ് ഈസ് റിലേറ്റഡ് ടു എക്സ് അണ്ടർ ആർ ഡാഷ്, ഇസെഡ് ഈസ് റിലേറ്റഡ് ടു വൈ അണ്ടർ ആർ ഡാഷ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇസെഡ് ആർ ഡാഷിൽ എക്സിനോട് റിലേറ്റഡ് ആണെങ്കിൽ തിരിച്ച് ആർ ആകുമ്പോൾ എക്സ് റിലേറ്റഡ് ടു ഇസെഡ് ആയിട്ട് മാറും. അതുപോലെ ഇവിടെ വൈ റിലേറ്റഡ് ടു ഇസെഡ് ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ എക്സ് റിലേറ്റഡ് ടു ഇസെഡ് ആണ്, വൈ റിലേറ്റഡ് ടു ഇസെഡ് ആണ്. സോ ഇസെഡ് ഈസ് എൻ അപ്പർ ബോണ്ട് ഫോർ എക്സ് വൈ ആയി. ഇസെഡ് ഈസ് എൻ അപ്പർ ബോണ്ട് ഫോർ എക്സ് വൈ ആയി. എല്ലാ അപ്പർ ബോണ്ടുകളോടും ലീസ്റ്റ് അപ്പർ ബോണ്ട് റിലേറ്റഡ് ആയിരിക്കും. അപ്പോൾ എക്സ് ഡിസ്റ്റൻഷൻ വൈ എന്ന് പറയുന്നത് ആറിലെ ലീസ്റ്റ് അപ്പർ ബോണ്ടാണ് എക്സ് വൈയുടെ. അതുകൊണ്ട് എക്സ് ഡിസ്റ്റൻഷൻ വൈ ഈസ് റിലേറ്റഡ് ടു ഇസെഡ് ആണ്. ഓക്കെ, ഇത് ഇവിടെ ശരിക്കും ആ അപ്പർ ബോണ്ട് എന്നുള്ള കൺസെപ്റ്റ് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ലീസ്റ്റ് അപ്പർ ബോണ്ട് എന്നുള്ള കൺസെപ്റ്റ് എന്താണെന്ന് അറിയണം, അപ്പർ ബോണ്ട് എന്നുള്ള കൺസെപ്റ്റ് അതൊക്കെ അറിഞ്ഞാൽ ഇത് മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പോൾ എക്സ് ഡിസ്റ്റൻഷൻ വൈ റിലേറ്റഡ് ടു ഇസെഡ് ആയിരിക്കും. എന്തുകൊണ്ടാണ്, ഇസെഡ് എന്ന് പറയുന്നത് എക്സിൻ്റെയും വൈൻ്റെയും അപ്പർ ബോണ്ടാണ്. അപ്പോൾ അപ്പർ ബോണ്ടുകളിൽ ഏറ്റവും ചെറുതാണ് എക്സ് ഡിസ്റ്റൻഷൻ വൈ. അപ്പോൾ എക്സ് ഡിസ്റ്റൻഷൻ വൈയും എന്തിനോട് റിലേറ്റഡ് ആയിരിക്കും, ഇസെഡിനോട് റിലേറ്റഡ് ആയിരിക്കും. അതാണ് ലീസ്റ്റ് അപ്പർ ബോണ്ടിൻ്റെ പ്രത്യേകത. ഓക്കെ, അപ്പോൾ എക്സ് ഡിസ്റ്റൻഷൻ വൈ ഇസ് റിലേറ്റഡ് ടു ഇസെഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാം, തിരിച്ച് ആർ ഡാഷ് ആകുമ്പോൾ തിരിച്ചാവും. ഇസെഡ് ആർ ഡാഷിൽ എക്സ് ഡിസ്റ്റൻഷൻ വൈയോട് റിലേറ്റഡ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് പ്രൂവ് ചെയ്തു, ഇസെഡ് മറ്റൊരു ലോവർ ബോണ്ടാണ് ആർ ഡാഷിൻ്റെ, പക്ഷേ ഇസെഡ് ഈസ് റിലേറ്റഡ് ടു ആരോടാണ്, എക്സ് ഡിസ്റ്റൻഷൻ വൈ അണ്ടർ ആർ ഡാഷ് ആണ്. ഓൾറെഡി എക്സ് ഡിസ്റ്റൻഷൻ വൈ ഒരു ലോവർ ബോണ്ടാണ് നമ്മൾ കാണിച്ചു. അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം, എക്സ് ഡിസ്റ്റൻഷൻ വൈ ഈസ് ദ ഗ്രേറ്റസ്റ്റ് ലോവർ ബോണ്ട് ഓഫ് എക്സ് വൈ ഇൻ എൽ ആർ ഡാഷ് എന്ന് കിട്ടി. അപ്പോൾ ഏത് എക്സ് കോമ വൈ എടുത്താലും നമുക്കൊരു ഗ്രേറ്റസ്റ്റ് ലോവർ ബോണ്ട് എൽ കോമ ആർ ഡാഷിലുണ്ട്. അത് എന്ന് പറയുന്നത് എന്തായിരിക്കും, അണ്ടർ ആർ ലീസ്റ്റ് അപ്പർ ബോണ്ട് ആയിരിക്കും. അപ്പോൾ അണ്ടർ ആർ ലീസ്റ്റ് അപ്പർ ബോണ്ട് ആയിട്ട് വരുന്ന ഒബ്ജക്റ്റ് ആയിരിക്കും എന്തിൽ വരിക, അണ്ടർ ആർ ഡാഷ് ഗ്രേറ്റസ്റ്റ് ലോവർ ബോണ്ട് ആയിട്ട് വരിക. അതാണ് ഈ ട്യൂബൽ എന്നുള്ളതിൻ്റെ ബേസിക്. അതായത് ഡിസ്റ്റൻഷനും കൺജങ്ഷനും തമ്മിൽ പരസ്പരം ഇന്റർചേഞ്ച് ചെയ്യും. ഇതുപോലെ നമുക്ക് കൺജങ്ഷനും പ്രൂവ് ചെയ്യാം. എക്സ് കൺജങ്ഷൻ വൈ എന്ന് പറയുന്നത് ആറിൽ ഗ്രേറ്റസ്റ്റ് ലോവർ ബോണ്ടാണ്. എക്സ് കൺജങ്ഷൻ വൈ എന്ന് പറയുന്നത് ആറിൽ ഗ്രേറ്റസ്റ്റ് ലോവർ ബോണ്ട് ആണെങ്കിൽ എക്സ് കൺജങ്ഷൻ വൈ എന്നുള്ളത് ആർ ഡാഷിൽ ലീസ്റ്റ് അപ്പർ ബോണ്ട് ആയിട്ട് മാറും. അത് നമുക്ക് ഇതേ പാറ്റേണിൽ തന്നെ
പ്രൂവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ലാറ്റിസ് ആണെങ്കിൽ എൽ ആർ ഡാഷും ഒരു ലാറ്റിസ് തന്നെയായിരിക്കും. അവിടെ ഉണ്ടാവുന്ന വ്യത്യാസം എന്താണ്? ആറിൻ്റെ ഗ്രേറ്റസ്റ്റ് ലോവർ ബോണ്ട് ആർ ഡാഷിൻ്റെ ലീസ്റ്റ് അപ്പർ ബോണ്ടായിട്ട് മാറും. ആർ ഡാഷിൻ്റെ ലീസ്റ്റ് അപ്പർ ബോണ്ട് ആറിൻ്റെ ഗ്രേറ്റസ്റ്റ് ലോവർ ബോണ്ടായിട്ട് മാറും. ഈ പ്രൂഫ് കൃത്യമായിട്ട് എഴുതി പഠിക്കുക. ഞാൻ ഈ നോട്ട് ലെക്ചറിൻ്റെ ഒപ്പം തന്നെ നോട്ട് എഴുതിയിട്ട് അത് കൃത്യമായിട്ട് 2-3 തവണ പഠിക്കുക. ഏതെങ്കിലും സ്റ്റെപ്പിൽ സംശയം ഉണ്ടെങ്കിൽ എന്നോട് ത്രൂ വാട്സപ്പ് ചോദിച്ചാൽ മതി. ഓക്കെ. അപ്പോൾ കൃത്യമായിട്ട് ലോവർ ബോണ്ട് എന്താണ്, ഗ്രേറ്റസ്റ്റ് ലോവർ ബോണ്ട് എന്താണെന്നുള്ളത് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ അപ്പർ ബോണ്ട് എന്താണ്, ലീസ്റ്റ് അപ്പർ ബോണ്ട് എന്താണ്, ഗ്രേറ്റസ്റ്റ് അല്ല ലീസ്റ്റ് അപ്പർ ബോണ്ട് എന്താണെന്നുള്ളത് മനസ്സിലാക്കിയാലേ നമുക്കിത് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ തിയറം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് 2-3 തവണ എഴുതി പഠിക്കുക. ഓക്കെ. അപ്പോൾ താങ്ക് യു സോ മച്ച്.